സംസ്ഥാനത്തു നിന്നുമുള്ള ആശുപത്രി മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടിക്കൊരുങ്ങി സർക്കാർ. RCCയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് കരാർ എടുത്തിരുന്ന സുനേജ് ഇക്കോ സിസ്റ്റംസ് കമ്പനിക്കെതിരെ നിയമ നടപടി ഉടൻ സ്വീകരിക്കും. മാലിന്യ നീക്കത്തിന് തമിഴ്നാട് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായതിനു പിന്നാലെ കരാർ കമ്പനി സംസ്ഥാന സർക്കാരിന് വിശദീകരണം നൽകിയിരുന്നുവെങ്കിലും അത് തൃപ്തികരമല്ലെന്ന കണ്ടെത്തലിലാണ് നടപടിക്ക് ഒരുങ്ങുന്നത്. RCCയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് പുറമെ തിരുവനന്തപുരം നഗരസഭയിലെ മാലിന്യ ശേഖരണത്തിന്റെ കരാറും സുനേജ് എക്കോ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇതേ സ്വകാര്യ കമ്പനി തന്നെ. RCCയുടെ പേരിലുള്ള ലെറ്റർ പാഡുകളും രോഗികളുടെ വിവരങ്ങളും തിരുനെൽവേലിയിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾക്കൊപ്പം കണ്ടെത്തിയതിന് പിന്നാലെയാണ് കരാർ കമ്പനിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. വീഴ്ചയുടെ നിയമപരമായ ഉത്തരവാദിത്തം കമ്പനിക്കാണെന്ന് വിശദീകരണക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഇതോടൊപ്പം ഉപകരാറുകാരുടെ പട്ടികയും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേതെങ്കിലും ആശുപത്രികളിൽ നിന്ന് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സുനേജ് ശേഖരിക്കുന്നുണ്ടോ എന്നതിൽ അവ്യക്തത തുടരുകയുമാണ്. RCCയിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് IMAയ്ക്ക് കീഴിലുള്ള ഇമേജ് എന്ന ഏജൻസിയാണെന്നിരിക്കെ സുനേജിന്റെ മാലിന്യ ശേഖരണത്തിൽ ഇവ എങ്ങനെ ഉൾപ്പെട്ടു എന്നതിലും ദുരൂഹതയുണ്ട്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും വിജിലൻസും നടത്തുന്ന അന്വേഷണത്തിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കരാർ കമ്പനിക്കെതിരായ തുടർ നടപടികൾ. സങ്കീർണ രോഗങ്ങൾക്ക് വഴിവെക്കുന്ന ആശുപത്രി മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സർക്കാരിന് അടിയന്തരമായി കത്ത് നൽകുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.